വെൽക്കം ബാക്ക് ടു ലേണിനോ. സോ കീം 2024ന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അതായത് നമുക്ക് സ്കോർ ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കും. സോ നമ്മൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്കോർ പെർസെൻറ്റേജിൽ അതേപോലെ തന്നെ നമ്മൾ എലിജിബിൾ ആണോ എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം നമുക്ക് ഓരോ ദിവസത്തെയും ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസിന് അത് എങ്ങനെയാണ് മാർക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അപ്പോൾ അതും എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതെല്ലാം ഒന്ന് നോക്കാം. ഇനി എങ്ങനെയാണ് നമുക്ക് റാങ്ക് ലിസ്റ്റ് വരുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് നമ്മുടെ സ്കോർ അറിയുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള www.ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ നിങ്ങൾ പോയതിന് ശേഷം കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക. നമ്മുടെ ഹോം പേജിൽ പോയിട്ട് കീം 2024 കാൻഡിഡേറ്റ് പോർട്ടലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് എന്നുള്ള ഒരു മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. സോ നിങ്ങളുടെ നോർമലൈസ്ഡ് സ്കോർ, പെർസെൻറ്റേജ്, അതേപോലെ തന്നെ എലിജിബിൾ ആണോ അല്ലയോ എന്നുള്ള കാര്യം അറിയാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഫൈനൽ ആൻസർ കീ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ അതിൽ നമ്മൾ ഓരോ ദിവസവും ഡിലീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് എങ്ങനെ മാർക്ക് ഇത് എങ്ങനെയാണ് ഈ സ്കോർ കാൽക്കുലേറ്റ് ചെയ്തതെന്നുള്ളത് പറയാം. അപ്പൊ ഞാൻ ഫിഫ്ത്തിന് നടന്ന എക്സാമില് ഫസ്റ്റ് നോക്കിക്കഴിഞ്ഞാല് ഫിസിക്സിൽ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഔട്ട് ഓഫ് 45 ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന. റിമൈനിങ് 44 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതിൽ എങ്ങനെയാണ് കാൽക്കുലേഷൻ വന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് 44 ക്വസ്റ്റ്യൻസിന് ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള സ്കോർ, ഓക്കെ, ഇറ്റ് ഹാവ് ബീൻ മൾട്ടിപ്ലൈഡ് ബൈ 45/44 ടു ഡിറ്റർമിൻ ദ സ്കോർ ഓഫ് ഫിസിക്സ്. ക്ലിയർ ആണല്ലോ. 44 ചോദ്യങ്ങളുടെ സ്കോറും മൾട്ടിപ്ലൈഡ് ബൈ 45/44 ചെയ്തിട്ടാണ് ഫിസിക്സിന്റെ സ്കോർ. ഓക്കെ, എന്നിട്ട് അതിന് 4 ഡെസിമൽ പ്ലേസസിലേക്ക് കറക്റ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ കെമിസ്ട്രിയിലും ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഔട്ട് ഓഫ് 30 ക്വസ്റ്റ്യൻസ് ബാക്കിയുള്ള 29 ചോദ്യങ്ങളുടെ സ്കോർ ഇൻറ്റു 30/29 ചെയ്തിട്ടാണ് കെമിസ്ട്രിയുടെ സ്കോർ എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ പിന്നെ നമുക്ക് വരുന്നത് മാത്സിന്റെ കേസ് ആണ്. മാത്സിലും ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. സോ റിമൈനിങ് വരുന്ന 74 ക്വസ്റ്റ്യൻസിന്റെ സ്കോർ മൾട്ടിപ്ലൈഡ് ബൈ 75/74 ചെയ്തിട്ട് നമുക്ക് മാത്സിന്റെ സ്കോറും വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ 5-ാം തീയതിയിലത്തെ ഓരോ സബ്ജക്റ്റിന്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന്റെ സ്കോർ എടുത്തിരിക്കുന്നത്. സെയിം പാറ്റേണിൽ തന്നെയാണ് 6, 7, 8, 9 ഓരോ ദിവസത്തെയും സ്കോർ വന്നിരിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസം എക്സാം എഴുതിയവർ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. കാരണം നമുക്ക് വന്ന സ്കോർ എങ്ങനെ വന്നു എന്നുള്ളത് കൂടെ അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. സോ സീ ഹിയർ 6th എക്സാം എഴുതിയവര് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. അതേപോലെ 7th എക്സാം എഴുതിയവരും ഓരോ സബ്ജക്റ്റിന്റെയും സ്കോർ എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. 8th കേസിലും ഓരോ സബ്ജക്ട് വൈസും എങ്ങനെയാണെന്നുള്ളത് അറിയാം. 9th ഏറ്റവും അധികം ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്നത്തെ മാർക്കിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്നുള്ളതും സെയിം പാറ്റേൺ തന്നെയാണ്. അപ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ട് അത് ചേഞ്ച് വരുന്ന മാത്രം. ഇനി ഇങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള സ്കോർ അത് മാത്സിന്റെയും ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് അത് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ടോട്ടൽ സ്കോർ ആയിട്ട് ഇപ്പൊ വരുന്നത്. ഓക്കെ, എന്നിട്ട് അത് നോർമലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ഫൈൻ. സോ ഇങ്ങനെയാണ് നിങ്ങൾക്ക് നമ്മുടെ ഇപ്പൊ ഇവിടെ കാണിച്ചിട്ടുള്ള സ്കോറും അതേപോലെ തന്നെ അതിന്റെ പെർസെന്റേജും അറിയുന്നത്. ഇനി റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ +2ന്റെ മാർക്കും കൂടെ അതിനകത്ത് മാർക്കോ ഗ്രേഡോ ഏതാണോ അതും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമുക്ക് റാങ്ക് ലിസ്റ്റ് വരുന്നത്. സോ അത് സ്റ്റാൻഡർഡൈസേഷൻ പ്രൊസീജിയർ കഴിഞ്ഞിട്ടാണ്. കാരണം ഓരോ സ്കീം ഇപ്പൊ CBSE എഴുതിയവരുണ്ടാവും, ICSE കേരള സിലബസ് എഴുതിയവരുണ്ടാവും. അപ്പൊ അതിന്റെ സ്റ്റാൻഡർഡൈസേഷൻ പ്രൊസീജിയർ അതും ഈ പറഞ്ഞ നോർമലൈസ്ഡ് സ്കോറും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് അതിന് ഈക്വൽ വെയിറ്റേജ് കൊടുത്തുകൊണ്ടാണ് നമുക്ക് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഫൈനൽ റാങ്ക് ലിസ്റ്റിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. ഇനി ഈ ഒരു എക്സാമിൽ എലിജിബിൾ ആവാത്തവരുണ്ട്. ഇപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. മാർക്ക് വളരെ കുറവാണ്, എലിജിബിൾ ആയിട്ടുള്ള ഇനി എന്ത് ചെയ്യും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇനി എലിജിബിൾ ആവാത്തവർക്ക് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് റിപ്പീറ്റ് ചെയ്യാം, അതല്ല മറ്റു കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പറയാം. സോ എല്ലാവരും സ്കോർ ഇപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ കാൻഡിഡേറ്റ് പോർട്ടൽ ലോഗിൻ ചെയ്തിട്ട് സ്കോറും അതേപോലെ തന്നെ നിങ്ങളുടെ പെർസെന്റേജും മനസ്സിലാക്കി വെക്കുക. റാങ്ക് ലിസ്റ്റിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. താങ്ക് യു.